ഹായ് ഫ്രണ്ട്സ്, ഡ്രീം ഗാർഡനിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വാണ്ടറിംഗ് ജൂ ചെടി വെച്ച് ചെയ്യുന്നതാണ്. വാണ്ടറിംഗ് ജൂ ചെടി വെച്ച് രണ്ട് ഐഡിയകളാണ് ഇന്ന് ചെയ്യുന്നത്. ഒന്ന് വാണ്ടറിംഗ് ജൂ ഗ്ലോബും രണ്ടാമത്തേത് വാണ്ടറിംഗ് ജൂവിനെ നല്ല അടിപൊളിയായിട്ട് വെള്ളത്തിൽ എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ആദ്യം നമുക്ക് ഒരു പോട്ട് എടുത്ത് മണ്ണ് നിറച്ച് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് പ്ലാസ്റ്റിക് ബോട്ടിലാണ്. ഇതേ ഷേപ്പിലുള്ള പ്ലാസ്റ്റിക് ബോട്ടിൽ വേണം എടുക്കാൻ. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതേ ഷേപ്പിൽ പ്ലാസ്റ്റിക് ബോട്ടിൽ ഇല്ലെങ്കിൽ സാധാ ഷേപ്പിലുള്ള പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്താൽ മതി. ഇനി നമുക്ക് ഇതിന് ചുറ്റും ഹോൾസ് ഇട്ട് കൊടുക്കണം. ഹോൾസ് ഇട്ട് കൊടുക്കുമ്പോൾ ആദ്യം റൗണ്ടായിട്ട് ഒന്ന് ഹോൾസ് ഇട്ട് കൊടുക്കുക. അവിടെയും ഇവിടെയുമായിട്ട് ഹോൾസ് ഇട്ട് കൊടുത്താൽ പോരെ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒപ്പം ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. വീഡിയോ കാണുന്നവർ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒരു ഹാർട്ടെങ്കിലും കമൻറ്റ് ഇടണേ. ഇതുപോലെ ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇതുപോലെ റൗണ്ടായിട്ട് ഓരോ റൗണ്ട് വീതം ഹോൾസ് ഇട്ട് കൊടുക്കണം. ഇത് ഞാൻ മുഴുവനായിട്ടും ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് പോട്ടി മണ്ണ് നിറച്ച് കൊടുക്കാം. നല്ല ഫില്ലായിട്ട് തന്നെ നിറച്ച് കൊടുക്കണേ. മണ്ണ് നന്നായിട്ട് നിറച്ച് കൊടുത്താൽ മാത്രമേ അത് നല്ല ടൈറ്റിൽ ഇരിക്കുകയുള്ളൂ. ഇതുപോലെ ഇത് നിറച്ച് കൊടുക്കാം. ഞാൻ മണ്ണും ചാണകപ്പൊടിയുമാണ് എടുത്തിട്ടുള്ളത്. അധികം വളത്തിൻ്റെ ഒന്നും ആവശ്യമില്ലാത്ത ഒരു ചെടിയാണ് വാണ്ടറിംഗ് ജൂ ചെടി. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒരു ലീഫ് എടുത്ത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഞാനിവിടെ വാഴയിലയുടെ ഒരു പീസാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് ഇല വേണമെങ്കിലും എടുക്കാം. ഇതുപോലെ വെച്ച് കൊടുക്കുന്നത് നമ്മൾ ചട്ടിയിലോട്ട് മറിച്ചിടുമ്പോൾ ഇത് മണ്ണ് ഇതിൻ്റെ പോകാതെ ഇരിക്കാൻ വേണ്ടിയാണ്. ഇനി നമുക്ക് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ച പോട്ട് എടുക്കാം. അതിലോട്ട് നമുക്ക് ഈ പ്ലാസ്റ്റിക് ബോട്ടിലിനെ ഇതുപോലെ ഒന്ന് മറിച്ച് വെക്കാം. ഇത് കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് മറിച്ച് വെക്കണം. ഇത് കാണുമ്പോൾ തന്നെ ഒരു ഗ്ലോബ് ആകൃതിയിൽ വന്നിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ വാണ്ടറിംഗ് ജൂ ചെടി വെച്ച് പല ഐഡിയകളും ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചാനൽ ഒന്ന് ചെക്ക് ചെയ്താൽ കാണാൻ പറ്റും. വാണ്ടറിംഗ് ജൂ ട്രീ തന്നെ രണ്ട് ടൈപ്പിൽ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് വാണ്ടറിംഗ് ജൂ ചെടിയാണ്. ഇതുപോലെ കുറച്ച് ഏറെ വാണ്ടറിംഗ് ജൂ ചെടി ആവശ്യമാണ്. ഇനി നമുക്ക് ഈ വാണ്ടറിംഗ് ജൂ ചെടി ഓരോന്നും ഈ പ്ലാസ്റ്റിക് ബോട്ടിലെ ഹോൾസിലോട്ട് കുത്തിക്കെടുക്കണം. ഞാനിത് കൈകൊണ്ടാണ് കുത്തുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ചെറിയ നൈഫോ എന്തെങ്കിലും വെച്ച് ഒന്നുകൂടി ഹോൾസ് ആക്കിയ ശേഷം കുത്തിക്കൊടുക്കാം. ഇതുപോലെ ഓരോ വാണ്ടറിംഗ് ജൂ ചെടിയും ഓരോന്ന് വീതം ഇതിൻ്റെ ചുറ്റിലും കുത്തി ഇത് മുഴുവനായിട്ടും ഫില്ലാക്കി എടുക്കണം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. നമ്മൾ ഈ വീഡിയോയിൽ തന്നെ രണ്ടാമത് ഒരു ഐഡിയ കൂടി പറയുന്നുണ്ട്. വാണ്ടറിംഗ് ജൂ ചെടി വെള്ളത്തിൽ സെറ്റ് ചെയ്യുന്ന നല്ല ഒരു ഐഡിയയാണ്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. ഇതുപോലെ മുഴുവനായിട്ട് നമുക്ക് ഒന്ന് കുത്തിക്കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഐഡിയ ആണിത്. ഹോൾസ് ഇടുന്ന ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. വാണ്ടറിംഗ് ജൂ ചെടിയൊക്കെ എളുപ്പത്തിൽ നമ്മുടെ ഗാർഡനിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ്. ഞാനിതിപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം മുഴുവനായിട്ടും ചെടി വെച്ച് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ താഴ്ഭാഗത്തും ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം. ഇതുപോലെ ഇത് മുഴുവനായിട്ടും ഫില്ല് ചെയ്ത് വന്നിട്ടുണ്ട്. ഇത് നല്ല ഒരു ബോൾ ഷേപ്പിൽ തന്നെ വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട് ഇത് എത്ര ഭംഗിയാണെന്ന്. നിങ്ങളും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്തു നോക്കുക. ചെയ്തു നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്നൊക്കെ കമൻ്റായിട്ട് പറയാൻ മറക്കല്ലേ. നല്ല ഭംഗിയായി തന്നെ വന്നിട്ടുണ്ട്. ഞാൻ പ്രതീക്ഷിച്ചതിലും നല്ല ഭംഗി വന്നിട്ടുണ്ട്. കൂടുതലും അതിൻ്റെ മുകൾ ഭാഗം മാത്രം കട്ട് ചെയ്ത് വെക്കുമ്പോൾ കുറച്ചുകൂടി ഭംഗിയുണ്ട്. നമ്മൾ ചെറിയ ചെറിയ പീസാക്കി വെക്കുമ്പോൾ മുകൾ ഭാഗത്ത് ഇതുപോലെ ഫില്ലായി വരണമെന്നില്ലേ. ഇനി നമുക്ക് രണ്ടാമത്തെ ഐഡിയയിലോട്ട് പോകാം. വാണ്ടറിംഗ് ജൂ ചെടിയെ നമുക്ക് വെള്ളത്തിൽ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഇതുപോലെ ഒരു ഓസിൻ്റെ പീസ് കഷ്ണം എടുത്തിട്ടുണ്ട്.
ശേഷം നമുക്ക് വാണ്ടറിങ് ജൂ ചെടിയെ ഇതുപോലെ ഒന്ന് ഇതിൻ്റെ താഴ്ഭാഗത്തുള്ള ലീഫെല്ലാം ഒന്ന് നുള്ളിക്കളയാം. ആ ഓസ് കഷ്ണത്തിൻ്റെ വലുപ്പത്തിലുള്ള വാണ്ടറിങ് ജൂ ചെടി മതിയെ, അതനുസരിച്ച് മതി. ബാക്കി നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാവേ. ഇതുപോലെ മുഴുവൻ ലീഫും കളഞ്ഞ് മുകൾ ഭാഗത്തെ ലീഫ് മാത്രമാക്കി വെച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഓസിൻ്റെ കഷ്ണത്തിനെ ഇതിൻ്റെ മുകളിലോട്ട് വെച്ചിട്ട് ഒരു ത്രെഡ് വെച്ച് ഒന്ന് കെട്ടിക്കൊടുക്കണേ. വാണ്ടറിങ് ജൂ ചെടി വെച്ച് ചെയ്യാവുന്ന നല്ലൊരു ഇൻഡോർ ഐഡിയ ആണ് ഇത്. ഞാനിവിടെ ഒരു ത്രെഡ് എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ത്രെഡ് വേണമെന്നൊന്നുമില്ല, ടാഗ് ഉണ്ടെങ്കിൽ അത് വെച്ച് കെട്ടിക്കൊടുത്താലും മതി. ഞാനിവിടെ ഒരു ത്രെഡ് വെച്ച് കെട്ടിക്കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മുകൾ ഭാഗവും ഇതിൻ്റെ താഴ്ഭാഗവും ഒന്ന് കെട്ടിക്കൊടുക്കണം. ഇതുപോലെ ഞാൻ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഗ്ലാസ് എടുക്കാം. ഞാനിവിടെ ഒരു പൊട്ടിയ ഗ്ലാസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. പൊട്ടിയ ഗ്ലാസ് ആകുമ്പോൾ ഒരു റീയൂസ്ഡ് ഐഡിയ കൂടെ ആണല്ലോ ഇത്. ഇതുപോലെ ഇതിനകത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് 2 കല്ലിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. കല്ലിടുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയുണ്ട്. ഇനി ഞാൻ ഇതിലോട്ട് ഒരു ലക്കി ബാമ്പുവും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ലക്കി ബാമ്പുവും കൂടെ വെച്ച് കൊടുക്കുമ്പോൾ ആ പൊട്ടിയ ഗ്ലാസിൻ്റെ ഭംഗികേടൊന്നും തോന്നുന്നില്ല. നല്ല ഭംഗിയായി തന്നെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ ഇത് കാണുമ്പോൾ മനസ്സിലാകുമല്ലോ. ഇൻഡോർ ആയിട്ടൊക്കെ വെക്കാൻ നല്ല ഒരു ഐഡിയ കൂടിയാണ് ഇത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇതിൽ ഏത് ഐഡിയ ആണ് കൂടുതൽ ഇഷ്ടമായത് എന്ന് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഞാനിത് വീടിൻ്റെ ഉൾഭാഗത്ത് ഇൻഡോർ ആയിട്ട് ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ചതാണ്. കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നില്ലേ, നല്ല ഭംഗിയായിട്ടുണ്ട്. ഇൻഡോർ ആയിട്ടൊക്കെ വെക്കാൻ, കിച്ചണിലൊക്കെ വെക്കാൻ പറ്റിയ നല്ല ഒരു ഐഡിയ കൂടിയാണ് ഇത്. വീണ്ടും നമുക്ക് നല്ല ഒരു വീഡിയോയുമായി കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്.